ലോകേഷ് കനകരാജ് പ്രസൻറ്റ് ചെയ്ത ഫൈറ്റ് ക്ലബിലെ മലയാളി പെൺകുട്ടി നായികയാണ് മോനിഷ മോഹനാണ് എൻ്റെ ഒപ്പം ഉള്ളത്. ഹായ്. ഹായ്. ഇത് ഭയങ്കര സംഭവമല്ലേ? ലോകേഷ് കനകരാജ് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു പടത്തിൻ്റെ ഭാഗമാവുക. എനിക്ക് ഭയങ്കര ഭയങ്കര സംഭവമാണ്. ഞാനും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ന്യൂ നോർമൽ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കാണുന്നത് വോളുകളിൽ ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ ആൾക്കാരൊക്കെ പറയും, നമ്മുടെ കൂടെയുള്ള ചെറുപ്പക്കാരന്മാരൊക്കെ പറയുന്നുണ്ട്, ആ ചിക്കിനെ കണ്ട, ആ ചിക്കിനെ കണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഇത് ഏത് ചിക്കാണെന്ന് നോക്കിയപ്പോഴും മോനിഷയാണ്. ഈ ചിക്ക് എന്ന് പറയുന്ന വാക്ക് ക്ഷമിക്കുക കേട്ടോ, ഒരു പ്രയോഗമാണ്. നല്ല രീതിയിലല്ലേ പറയുന്നത്, നന്മയോട് കൂടിയിട്ടല്ലേ പറയുന്നത്. ആ സൗന്ദര്യം കാണുമ്പോൾ അവരുടെ മനസ്സിനകത്ത് നിന്ന് വന്നത് അങ്ങനെ പറയാനാണ്. അപ്പോ അതിൽ കാണുന്നു, ആ പരസ്യത്തിൽ ഭയങ്കര വ്യാപകമായിട്ട് അത് നമ്മുടെ ഭിത്തികളിലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ദേ ഇപ്പോൾ അറിയുന്നതാണ് ഈ പടത്തിൽ നായികയായിട്ട് മോനിഷ വരുന്നു എന്നുള്ളത്. ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഡയറക്ഷൻ സൈഡ് വിട്ടിട്ട് അഭിനയത്തിലേക്ക് വിട്ടിട്ടില്ല, അങ്ങനൊന്നും പറയില്ലേ. അതാണ് നമ്മുടെ മെയിൻ അൾട്ടിമേറ്റ് ഫിലിം മേക്കിംഗ് ആണ്. അപ്പം ഇതിലേക്ക് എത്തിയതിന്റെ കഥ പറയും. ഇതിലേക്ക് എത്തിയത്, നമുക്ക് നമ്മുടെ ലൈഫിൽ ഇതുപോലെ ഓരോ ചോയ്സസ് തരും, നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത, റിജക്ട് ചെയ്യാൻ പറ്റാത്ത. അങ്ങനെ നമ്മൾ വന്നതാണ്. ഞാനിപ്പോ മൂവിയുടെ ഡയറക്ഷന്റെ വർക്കിൽ തന്നെ ഇരിക്കുന്ന സമയത്ത് ആ ടീമിൽ നിന്നൊരു ടെക്സ്റ്റ് വരുന്നു, അതിൽ യുറേഡി വിജയകുമാർ എന്നുള്ള പേര് കാണുന്നു. നമ്മൾ അങ്ങനെ അത് കണ്ടപ്പോ പിന്നെ നമുക്കത് റിജക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് തോന്നി, ഞാൻ ചെയ്തു, റിസ്ക് എടുത്തു. റിസ്ക് എന്ന് പറയുന്നത് അവര് റിസ്ക് എടുത്തു. നമുക്ക് പിന്നെ പക്ഷെ അങ്ങനെ ഒരു ടീം ആയതുകൊണ്ട് നമുക്ക് അഭിനയിക്കാൻ അറിയില്ലെങ്കിലും അവര് എന്തെങ്കിലും ചെയ്യിപ്പിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ പോയി ചെയ്തതാണ്. ഈ ന്യൂ നോർമലിൽ ചെറുതായിട്ട് മുഖം കാണിച്ചപ്പോഴും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു, മോനിഷയും ശ്രദ്ധിക്കപ്പെട്ടു കൂട്ടത്തിൽ. അവസാനം വന്ന ആ പെൺകുട്ടി ഏതാണെന്ന് എല്ലാവരും ഞാനും തിരക്കി. അതിന് വേണ്ടിട്ട് ഞാൻ അത്രയും ചെയ്തേ. ഇതിലും അത്രേ ഉള്ളൂ, എല്ലാരും തിരക്കണം ഏതാ പെൺകുട്ടി. ഇതിലും അതുകൊണ്ട് നമ്മള് വളരെ ചെറിയൊരു ഹീറോയിൻ ആണ്, ബട്ട് ഒരു ചെറിയൊരു ലൈനാണ്. ബേസിക്കലി ഇറ്റ്സ് മാസ് ആക്ഷൻ മൂവി. തല്ലുപടമാണ്. ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ അങ്ങനെ മനസ്സിലായി, പടം കാണാൻ പറ്റിയിട്ടില്ല. തല്ലുപടമാണ്, കുഴപ്പമില്ല, കണ്ടാ മതി, തീർച്ചയായിട്ടും കാണും. അപ്പൊ അതിലൊരു ചെറിയ ലൈനാണ്, ഇറ്റ്സ് എ ക്യൂട്ട്, ഒരു നല്ലൊരു ലവ് സ്റ്റോറിയാണ്. ഞങ്ങളുടെ ഈ ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത്, ഈ ലോകേഷ് എന്ന് പറയുന്ന അവിടെ ഒരു പുതിയ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എന്നിട്ട് നിങ്ങളുടെ ഈ സിനിമ പ്രൊമോഷനും ഒക്കെ സംബന്ധിച്ച് ഒരുപാട് പേര് ലെജൻസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. അവരുടെ കൂടെ ഇരുന്ന് സിനിമ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു കുളിരുണ്ടാവും, ഗൂസ് ബംസ്. എന്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ഫാക്ടർ അത് തന്നെയായിരുന്നു. പടം അഭിനയിക്കുന്നതിനേക്കാൾ, പടം കണ്ടതിനേക്കാൾ എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടായത് പടം തിയേറ്ററിൽ ഇരുന്ന് ഞാൻ കൂടെ ഇരുന്ന ആൾക്കാരാണ്. എസ് സൂര്യ ഇരിക്കുന്നു, അതിന് നെൽസൺ സാർ ഇരിക്കുന്നു, പിന്നെ പ്രദീപ് രഘുനാഥൻ, ലോകേഷ് സാർ, വിജയ് സാർ, അങ്ങനെ വിജയകുമാർ സാർ. അങ്ങനെ ലൈക്ക് നമ്മള് പ്രതീക്ഷിക്കാത്ത, അതായത് നമ്മള് ആരാധിക്കുന്ന കുറെ ആൾക്കാരുടെ കൂടെ ഇരുന്ന് നമ്മൾ ആ സിനിമ കാണുക എന്ന് പറയുന്ന ഒരു, ഇടയ്ക്കല്ല, ഫുൾ ടൈം ഞാൻ ഇങ്ങനെയൊക്കെ. പിന്നെ കാരണം നമ്മള് അത്രയും, ഇപ്പൊ നെൽസൺ സാറും എസ് ജെ സൂര്യ സാറൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഒരു ഫിലിം മേക്കർ എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ അത്രയും അഡ്മയർ ചെയ്യുന്ന, ജയിലറൊക്കെ FDFS പോയി കണ്ട് മാർക്ക് ആന്റണി ഒക്കെ കണ്ട ആൾക്കാരല്ലേ. അപ്പൊ അവരൊക്കെ നമ്മൾ തൊട്ടടുത്തിരിക്കുന്നു, നമ്മളെ അടുത്ത് നമ്മുടെ വിഷനെ കുറിച്ച് സംസാരിക്കുന്നു. അതായത് എനിക്ക് എന്റെ ഫിലിം മേക്കിങ്ങിനെ കുറിച്ച് അവരായിട്ട് സംസാരിക്കാൻ പറ്റുന്നു. അതൊക്കെ ഭയങ്കര മൊമെന്റ് ആയിരുന്നു എനിക്ക്. അപ്പൊ അതായിരുന്നു എനിക്ക് ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് ഫാക്ടർ.